ഹെവി ബ്ലീഡിങ് പീരിയഡ്സിന്റെ സമയത്ത് കാണുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാറുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് ബ്ലീഡിങ് കുറച്ച് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് വളരെ കുറഞ്ഞ അളവിലെ ബ്ലീഡിങ് ഉള്ളൂ എന്നുണ്ടെങ്കിലും സ്ത്രീകൾ പൊതുവേ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാറില്ല. അതൊരു സൗകര്യമായിട്ട് കണക്കാക്കാറാണ് ചെയ്യാറ്. എന്നാൽ ഇത് പല അസുഖങ്ങളുടെയും ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്ന തരത്തിലുള്ള ഒരു സിംറ്റമാണ്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഈ ഒരു പീരിയഡ്സിന്റെ ബ്ലീഡിങ്ങിൽ കുറവ് വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണഗതിയിൽ ഈ ഗർഭധാരണ നിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന ആളുകളിൽ ഗർഭാശയത്തിന്റെ ഉള്ളിലുള്ള പാളി കനം കുറഞ്ഞതാവുകയും അതിന്റെ ഫലമായിട്ട് ബ്ലീഡിങ് കുറവ് വരികയും ചെയ്യാറുണ്ട്. ഒരു പെൺകുട്ടി സ്ത്രീയാകുന്ന സമയത്ത്, അതായത് മെനാർക്കയുടെ സമയത്ത്, മെനോപോസിന്റെ സമയത്ത്, ആർത്തവം നിൽക്കുകയും തുടങ്ങുകയും ചെയ്യുന്ന സമയങ്ങളോടനുബന്ധിച്ചുള്ള ഒരു കാലഘട്ടത്തിൽ കുറച്ചു കാലം ബ്ലീഡിങ് കുറവായിട്ട് വരാറുണ്ട്. പിന്നെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളിൽ ഹോർമോണിന് വേരിയേഷൻ വരികയും മെൻസ്ട്രൽ ബ്ലീഡിങ് കുറഞ്ഞു വരാനും ഒരു കാരണമാവുന്നുണ്ട്. അതുപോലെയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള അമിതമായിട്ടുള്ള വ്യായാമം ചെയ്യുന്ന ആളുകളിലും ബ്ലീഡിങ് കുറയാറുണ്ട്. അതുപോലെ പെട്ടെന്ന് ശരീരഭാരം കുറയുകയോ കൂടുകയോ ചെയ്യുന്ന ആളുകളിൽ ഹോർമോണിന് ഇംബാലൻസ് വരാനും അതിന്റെ ഫലമായിട്ട് ബ്ലീഡിങ് കുറയാനും സാധ്യതയുണ്ട്. പിന്നെ തൈറോയിഡ് പ്രശ്നങ്ങൾ, PCOD, ഫൈബ്രോയിഡ്, ഗർഭാശയത്തിലുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ഇതൊക്കെ ബ്ലീഡിങ് കുറയാനുള്ള മറ്റു കാരണങ്ങളാണ്. ഇതൊന്നുമല്ലാതെ ചില ആളുകളിൽ പ്രഗ്നൻസിയുടെ തുടക്ക കാലഘട്ടത്തിൽ ചെറിയൊരു ബ്ലീഡിങ് കാണാറുണ്ട്. പലരും അത് പീരിയഡ്സ് ആണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും ഇത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നറിയപ്പെടുന്ന ഒരു വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു ബ്ലീഡിംഗ് ആണ്. മാത്രമല്ല ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലീഡിങ്ങുമാണ്. എന്താണ് ഇതിന്റെ കാരണം എന്ന് അന്വേഷിക്കുകയും എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.